വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ബിറ്റ് കോയിൻ്റെ 1 ഡേ ചാർട്ടാണ്. 1 ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ കാണാം, ഇവിടെ വന്നിട്ട് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയുടെ മുകളിൽ, അതായത് ഇവിടെ നിന്നാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ തന്നത്, അതിൻ്റെ മുകളിലാണ് ഇന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്. നോക്കിയാൽ കാണുന്നത് ഒരു ഓൾ ടൈം ഹൈ ആണ്. ഈ ഒരു ഓൾ ടൈം ഹൈ പ്രീവിയസ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് കാണുന്നത് മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിൽ നിൽക്കുന്നതാണ്. നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല. ഒരു ഏരിയയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരും, ഈ ഒരു ഏരിയയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരും, പിന്നെ മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് എടുക്കും, അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുക്കും. അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത്. എനിവേ മാർക്കറ്റ് നിൽക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ച് ബോണ്ടിലാണ്. അതുകൊണ്ട് തന്നെ 4 ഹവറിൽ കാര്യമായ അടയാളപ്പെടുത്തലുകളൊന്നുമില്ല. നമുക്ക് 1 ഹവറിൽ പോയിട്ട് മറ്റെന്തെങ്കിലും കീ ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ആണ്, ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഇൻബാലൻസും കൂടിയുണ്ട്. അതുകൊണ്ടാണ് അതൊരു കുഴപ്പമില്ലാത്ത ഏരിയ, അതായത് സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞത്. അപ്പം അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് തന്നു, റീടെസ്റ്റ് തന്നിട്ടുണ്ട്, വീണ്ടും ബ്രേക്ക് തന്നു, റീടെസ്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ബ്രേക്ക് തന്നു. ഈ ഒരു ബ്രേക്ക് തന്നതിലേക്ക് വീണ്ടും റീടെസ്റ്റ് തന്നു, ബ്രേക്ക് ഇവിടെ തന്നു, വീണ്ടും ആ ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി. ഇനി 1 ഹവറിൽ നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടേക്ക് നോക്കിയാൽ കാണാം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയത്. ഇന്നലെ കയറിപ്പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞ, അതായത് ഹയർ ടൈം ഫ്രെയിമിൽ പറഞ്ഞ, 1 ഡേയിൽ പറഞ്ഞ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന, അതായത് ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് ഇന്ന് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ബ്രേക്ക് തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയനെ ബ്രേക്ക് തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ 1 ഹവറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് എടുത്ത് പോയ ഒരു ഏരിയ ആണ്. അപ്പം അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഇംബാലൻസും കൂടി ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് വരുന്ന സമയത്ത് 1 ഹവറിലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ഇതാണ്. നോക്കിയാൽ കാണാം, ഇവിടെ വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, 1-2 തവണ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയാണ് 1 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈമിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലോട്ട് കയറുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് ട്രെൻഡ് ലൈനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു റിയാക്ഷൻ കിട്ടാം. അങ്ങനെ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ നേരത്തെ പറഞ്ഞ 1 ഹവറിൻ്റെ ഈ ഒരു ഏരിയ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൈ എൻട്രി ഇന്ന് കാണാം. ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഒരു ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാം. 1ാമത്തെ ടാർഗറ്റ്, 2ാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. 1, ഇവിടുന്ന് ഒരു സെൽ എൻട്രി സാധ്യത, 2, ഇവിടെ നിന്നൊരു ബൈ എൻട്രി സാധ്യത. ഇത് രണ്ടുമാണെന്ന് കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് മാർക്കറ്റ് ഒന്ന് കളിച്ചേക്കാം, താഴോട്ടേക്കും മുകളിലോട്ടും പോയിട്ടൊന്ന് കളിച്ചേക്കാം. അതുപോലെ മറ്റൊരു ഇതും കൂടി കാണുന്നത്, ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇവിടെ നിന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സപ്പോർട്ട് എടുക്കാൻ ഈ ഒരു ഏരിയയിലേക്ക് വരാം. നമ്മൾ 1 ഹവറിൽ മാർക്ക് ചെയ്ത ഒരു ഏരിയയിലേക്ക് വരാം. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞ് ഒരുപക്ഷെ വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അപ്സൈഡിലേക്ക് മൂവ്മെന്റ് കാണാം.
ആ ഒരു മൊമെന്റിൽ നിന്ന് കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്കുള്ള ടാർഗറ്റ് കിട്ടും, ഇവിടേക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടേക്ക് ഉണ്ടാവും. അങ്ങനെ 3 ടാർഗറ്റുകളുണ്ട്, അതും നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഏരിയാസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക, എന്നിട്ട് അതിന് പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.